ഈ സമരം ഇരിക്കുന്ന ആശമാർ ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. സമരവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധമെന്ന് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് 5 മണിക്കൂർ പിന്നിട്ടു സമരം തുടങ്ങിയിട്ട് കടുത്ത സമരവുമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കടുത്ത സമരമായി മുന്നോട്ട് പോവാണ്. ഞങ്ങളെ അവകാശം നേടിയെടുത്തേ ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. ഒരാള് എൻ്റെ ജീവൻ പോയ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും 38 ദിവസം സമരമായിട്ട് പോയി, 39ാമത്തെ ദിവസമാണ് നിരാഹാരത്തിലേക്ക് വരുന്നത്. അപ്പം പിന്നെ വേറെ വഴിയില്ല. എന്നാലെങ്കിലും ഞങ്ങളെ അവകാശം നേടിയെടുത്തേ ഈ മണ്ണിൽ നിന്ന് പോവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്ര ഇത് സഹിച്ചാലും ഗോപാൽ, ഞാൻ ഇടപെടുന്നു. അവിടെ മാർച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ MLA-മാരുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് മാർച്ച് തുടങ്ങിയിരിക്കുന്ന എപ്പോഴത്തേക്ക്, എത്ര സമയം കൊണ്ട് ഈ ആശമാരുടെ സമരപ്പന്തലിലേക്ക് എത്തും? എങ്ങനെ ആണ് മാർച്ച് പുരോഗമിക്കുന്നത്? ആശാപ്രവർത്തകർ സമരം ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ പിന്തുണ സമരത്തിനുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ MLA-മാർ MP-മാർ അടക്കം സമരപ്പന്തലിലെത്തി പിന്തുണ അർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി തവണ കണ്ടതാണ്. ഇപ്പോൾ 39ാം ദിവസം, സമരത്തിന്റെ 39ാം ദിവസം ആശാപ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ച ഘട്ടത്തിൽ ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ MLA-മാർ പ്രതിപക്ഷ നേതാവിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു മാർച്ചുമായി ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 40 നേരം മുമ്പ് നിയമസഭ ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ MLA-മാർ ഈ മാർച്ചിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അല്പ ദൂരം മാത്രമേ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിലേക്ക് ഉള്ളൂ. സമരം ശക്തമായി തന്നെ ആ സമരത്തിന്റെ ആ തീക്ഷ്ണതയിലേക്ക് ഈ ആശാപ്രവർത്തകർക്ക് വേണ്ടി പിന്തുണയർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ MLA-മാർ കൂടി എത്തുമ്പോൾ വിപുലമായിരിക്കും സമരപരിപാടികൾ എന്ന് ഉറപ്പാണ്. ഏതായാലും ഈ പിന്തുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. നമുക്ക് പ്രതിപക്ഷ നേതാവിനോട് കൂടെ തന്നെ ചോദിക്കാം. അവരുടെ ആശാവർക്കർമാർ നടത്തുന്ന സമരം അതൊരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവർ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് അവരെ വളരെ പരിഹാസത്തോടെയും പുച്ഛത്തോടും കൂടിയാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. കാരണം അവരെ അപഹസിച്ചുകൊണ്ടാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് അംഗൻവാടിക്കാരുടെയും ആശാവർക്കർമാരുടെയും ഒക്കെ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഈ സമരത്തെ പരിഹസിക്കുകയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിമാരുടെ കൂടി മറുപടി കൂടി ബഹിഷ്കരിച്ചുകൊണ്ട്, ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ആശാവർക്കർമാർ ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരുന്നു.